വർക്കിയച്ഛൻ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ദൈവമേ, അവിടുന്ന് സർവസമ്പന്നനായിരിക്കാൻ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അധികമായി ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ വിശ്വസ്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച കർത്താവിൻ്റെ കയ്യിലേക്ക് തന്നെ കർത്താവെ ഞങ്ങളുടെ കാഴ്ചകളെ ഏൽപ്പിച്ചു തരുന്നു. തിരുമേനിനെ വർദ്ധിപ്പിച്ചു തരണം കർത്താവെ. ദൈവവചനം പ്രഘോഷിക്കുന്നതിനായി ഇവിടെ കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവെ, ഈ യോഗത്തിൻ്റെ വിധങ്ങളായ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക കരങ്ങളെ നീ ബലപ്പെടുത്തണമേ കർത്താവെ. സ്വർഗം കനിഞ്ഞ് അനവധി അനുഗ്രഹങ്ങളെ തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കാഴ്ച ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനെ കൈക്കൊണ്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. യോഗത്തിൻ്റെ വിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവും ആത്മീയമായിരിക്കുന്ന കൃപകളെ ഈ തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും ഈ രാത്രികാലം ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്ന ദാസനെ തൃക്കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. തിരുമേനിയുടെ വിലയേറിയ ശബ്ദം ദാസനിലൂടെ മുഴങ്ങി കേൾക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനിലൂടെ തിരുമേനി സംസാരിക്കണമേ. അനേക ഹൃദയങ്ങളെ കർത്താവെ ഈ രാത്രികാല മാനസാന്തരത്തിലേക്ക് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നയിക്കണമേ കർത്താവെ. സ്തോത്രം. വചനം കേട്ട് ദീർഘനാളുകളായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ വചനം പുതുതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുക്കമുള്ള വചനമായി തീരണമേ. അനേക ഹൃദയങ്ങളെ തിരുമേനി മാടി വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ അനേക ഹൃദയങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അവിടുന്ന് ജീവൻ വേണ്ടി ഞങ്ങളെ സ്നേഹിച്ച കർത്താവായിരിക്കാൻ സ്തോത്രം. ക്രൂശിന്റെ മഹത്വം ഈ രാത്രികാലം ദർശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. വളരെ ശക്തിയോടെ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശാരീരികമായിരിക്കുന്ന ക്ഷീണവും പ്രയാസമുള്ള നാളുകളിലും വളരെ താല്പര്യത്തോടെ നമ്മുടെ മധ്യേ കടന്നു വന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ബഹുമാനമുള്ള പ്രസാദച്ചൻ കടന്നു വന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേക നാളുകളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ കൺവെൻഷൻ. നിശ്ചയമായിട്ടും നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിനും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളേവരും കർത്താവെ എന്നോട് പ്രാർത്ഥിക്കണമേ എന്നുള്ള, എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ പ്രിയാച്ചായനെ വഹിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ശാരീരികമായി അച്ചായൻ ക്ഷീണിതനാണ്. എന്നാൽ ഈ രാത്രിയിൽ ബലപ്പെടുത്തുന്ന ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ പന്തലിനുള്ളിലായിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി ഡോക്ടർ പ്രസാദ് ചെറിയാനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും തൊടുപുഴയിലേക്ക് കടന്നു വരുവാനും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുമൊത്ത് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനിടയാക്കിയ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബാബുരാജൻ, മറ്റ് പ്രവർത്തകർ, ഈ കൺവെൻഷൻ്റെ കമ്മിറ്റിയിലുള്ള പ്രിയപ്പെട്ടവർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പാസ്റ്റേഴ്സ്, മറ്റ് ക്രിസ്തീയ പ്രവർത്തകർ, കടന്നു വന്നിരിക്കുന്ന
പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പാട്ടുകൾ പാടി നമ്മെ സഹായിക്കുന്ന മ്യൂസിക് ഗ്രൂപ്പ്, അതിൻ്റെ ലീഡറായിരിക്കുന്ന ഞങ്ങളുടെ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ഡയറക്ടർ തമ്പി കുര്യൻ, ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് ഡയറക്ടർ സാമുവൽ കെ മാത്യു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ക്രിസ്തീയ അഭിവാദനങ്ങളും അറിയിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കടന്നു വന്നുവെങ്കിൽ ഈ രാത്രി നിശ്ചയമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും. ഇങ്ങനെയുള്ള ഒരു ഗാദറിങ് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എല്ലാവരും മുന്നോട്ടൊക്കെ കടന്നു വന്നിരുന്നാൽ നല്ലതാണെന്ന്. അത് നിങ്ങളുടെ സൗകര്യം. എന്നാൽ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മോട് സംസാരിക്കും. തുടർന്നുള്ള രാത്രികളിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരണം. ഞാനൊരു പ്രാസംഗികനല്ല, പ്രസംഗിക്കുവാൻ എനിക്ക് കഴിവുമില്ല. എന്നാൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ പ്രാർത്ഥനയെ ആശ്രയിച്ചിരിക്കുമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ചില നാളുകൾ വളരെയധികം ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാനും അനേക ദൈവദാസന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് എന്നെ സഹായിക്കുകയും പാടി സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഞങ്ങൾക്ക് കൃപ നൽകണമേ. മനുഷ്യ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണ്ട കർത്താവേ. അടിയനെ കുരിശിന്റെ മറവിൽ മറയ്ക്കുകയും പ്രകാശമായ അടിയന്റെ മുമ്പിൽ നിന്ന് അടിയനെ മറച്ചുകൊള്ളുകയും ചെയ്യണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് നൽകിത്തന്ന് അനുഗ്രഹീതരായി ഞങ്ങളെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകണമേ. കർത്താവിന് സംസാരിപ്പാൻ ആവശ്യമുള്ളത് മുഴുവനും സംസാരിപ്പാൻ അടിയന് കൃപ നൽകണമേ. നിനക്കിതമല്ലാത്തൊരു വാക്ക് പോലും എന്റെ വായിൽ വരരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. പൈശാചികന്റെ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ബന്ധിക്കുന്നു. ഹല്ലേലൂയ. സകല മാനവും മഹത്വവും എന്റെ കർത്താവിന് ഞങ്ങൾ തരുകയാണ്. കർത്താവേ, കൂടി വന്നിരിക്കുന്ന ജനങ്ങളോട് സംസാരിക്കണമേ. ഈ പന്തലിലും പരിസരങ്ങളിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന് വേണ്ടി ഞങ്ങൾ അവകാശം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാതെ ഒരു കുഞ്ഞു പോലും കടന്നു പോകരുതേ. രക്ഷിക്കപ്പെട്ടവരോട് തുടർന്ന് അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണമേ. തൊടുപുഴയെ, ഇടുക്കിയെ യേശുവിനായി ഞങ്ങൾ അവകാശം പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. സാധാരണയായി വിലയുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ പ്രശംസിക്കാറുണ്ട്. ഈ ആദ്യ രാത്രിയിൽ മുഖവുരയായി ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിലയുള്ള സാധനങ്ങള്, ലോകത്തിനെടുത്ത കാര്യങ്ങള്, സ്ഥാനമാനങ്ങള്, ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകള്, ഇങ്ങനെ വിലയുള്ളതായ കാര്യങ്ങളിൽ മനുഷ്യൻ പ്രശംസിക്കാറുണ്ട്. എന്നാൽ വിലയില്ലാത്ത കാര്യങ്ങളിൽ ആരും പ്രശംസിക്കാറില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ചോദിച്ചേക്കാം, ഉപദേശി, യേശുവിന്റെ ക്രൂശ് വിലയില്ലാത്തതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങളെ ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പിലേക്ക് അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലേക്ക് കടത്തിക്കൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് ക്രൂശ് വിലയുള്ളതാണ്, മാന്യതയുള്ളതാണ്, പ്രശംസയുടെ ചിഹ്നമാണ്. എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇത് എഴുതുന്നതായ സമയത്ത് ക്രൂശിന്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. നിന്ദയുടെയും അപമാനത്തിന്റെയും പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും ശാപത്തിന്റെയും ചിഹ്നമായിരുന്നു ക്രൂശ്. ഹീന കുറ്റവാളികളെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കൊല്ലുന്ന മാർഗമായിരുന്നു ക്രൂശ് മരണം. ഗലാത്യർ 3:13 അത് വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണെന്ന് അറിഞ്ഞിരിക്കണം. വായിക്കുന്നവർ ഉറക്കെ വായിക്കണം. അതുകൊണ്ട് വായിക്കാൻ നല്ല കഴിവുള്ളവർ മുന്നോട്ട് കയറി വന്ന ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ 1-2 പേരൂടി ഇരുന്നാൽ നന്നായിരിക്കും. നാളെ മുതൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രൂശിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ തൂങ്ങി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഇരുന്ന് മാത്രമേ പ്രസംഗിക്കുവാൻ പാടുള്ളൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. ക്ഷമിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ശാപത്തിന്റെയും നിന്ദയുടെയും പുച്ഛത്തിന്റെയും അപമാനത്തിന്റെയും ചിഹ്നമായിരുന്ന ക്രൂശ് എങ്ങനെയാണ് അനുഗ്രഹത്തിന്റെയും പ്രശംസയുടെയും ചിഹ്നമായി തീർന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യം. എന്റെ കർത്താവായ യേശു ക്രിസ്തു ഒരൊറ്റ ഉത്തരമേ എനിക്ക് പറയുവാനുള്ളൂ. എന്റെ യേശു ആ ക്രൂശിൽ തൂങ്ങിയതുകൊണ്ട് ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശാപത്തിന്റെയും നിന്ദയുടെയും അപമാനത്തിന്റെയും പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും ചിഹ്നമായിരുന്ന ക്രൂശ് അനുഗ്രഹത്തിന്റെ, അഭിമാനത്തിന്റെ, പ്രശംസയുടെ, മഹത്വത്തിന്റെ ചിഹ്നമായി മാറ്റപ്പെടുവാൻ കാരണം ഹല്ലേലൂയ എന്റെ യേശു ആ ക്രൂശിൽ കയറിയത് കൊണ്ടാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രി മുഖവരിയായി പറയട്ടെ, യേശു നിന്റെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. യേശു കടന്നു ചെന്നതായിട്ടുള്ള ഭവനങ്ങള്, യേശു കടന്നു ചെന്നതായിട്ടുള്ള വ്യക്തികള് അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നിട്ടുണ്ട്. അവൻ രൂപാന്തരങ്ങളുടെ ദൈവമാണ്. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 45 വർഷങ്ങൾക്ക് മുൻപ് ഈ യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. താറുമാറായ തകർച്ചയിൽ നീങ്ങിക്കൊണ്ടിരുന്ന ശാപഗ്രസ്തമായ എന്റെ ജീവിതത്തെ എന്റെ യേശു രൂപാന്തരപ്പെടുത്തി. എനിക്ക് ആരോഗ്യമുണ്ടായിട്ടല്ല സഹോദരങ്ങളെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നത്. എന്റെ യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. ആ ജീവിതം, യേശു കടന്നു വരുന്ന ജീവിതങ്ങൾ ധന്യമാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ അയൽവാസികളായി കുടിച്ച് വരിച്ച് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭയങ്കരമായ തകർച്ചയിൽ കഴിയുന്ന ഭവനങ്ങളിൽ യേശു കടന്നു വരുമ്പോൾ വരുന്ന രൂപാന്തരം നിങ്ങൾക്കറിയാം. നാം അനുഭവിക്കുന്നതാണ്, നമ്മുടെ ചുറ്റും നാം കാണുന്നതാണ്. ഈ രാത്രി ആരെങ്കിലും വേദനയോടെ കണ്ണുനീരോടെ ഉപദേശി എന്റെ ജീവിതം ശാപഗ്രസ്തമാണ്, ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ തകരാറിലാണ്, എന്റെ കുടുംബം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം തകർത്ത് ആശിക്കാൻ ഒന്നുമില്ല, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്താതെ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ മയക്കുമരുന്നിനോ കള്ളിനോ തോന്നിവാസ ജീവിതത്തിനോ അടിമയായി ശാപഗ്രസ്ത ജീവിതത്തിൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ എന്റെ യേശു കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം. അപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. ഞാൻ ശരീരത്തിൽ വളരെ ബലഹീനനാണ്. ദൈവനാമത്തിന് മഹത്വം. അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പൗലോസ് പ്രശംസിക്കുവാൻ എന്താ കാരണം? ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. എനിക്കോ, ഗലാത്യർ 6:14, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്ക് മതി മോനെ, അവനാൽ ക്രൂശിനെ ആരും അവനെന്ന് പറയാറില്ല. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ
ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിനെ അതെന്നേ പറയത്തുള്ളൂ. അപ്പോൾ അവനാൽ എന്ന് പറയുമ്പോൾ പൗലോസ് പ്രശംസിച്ചിരുന്നത് വെറും മരക്കുരിശിലല്ല. യേശുവില്ലാത്ത ക്രൂശ് അർത്ഥമില്ലാത്തതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൂശിനെ ധന്യമാക്കിയത്, പ്രശംസയുടെ ചിഹ്നമാക്കിയത് എന്റെ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പ്രശംസിച്ചത് വെറും മരക്കുരിശിലല്ല. ഹല്ലേലൂയ. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്, ആ ക്രൂശിന്മേൽ തൂങ്ങിയ വ്യക്തിയിലാണ് അവൻ പ്രശംസിച്ചത്. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും ദൈവമുണ്ട് വല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും ദൈവമുണ്ട് വല്ല ഭക്തമായി കാണിക്കട്ടെ. യേശുനാമം അതിശയ നാമം, ഏഴനിക്കുന്ന നാമം. യേശുനാമം അതിശയ നാമം, ഏഴനിക്കുന്ന നാമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രശംസിക്കുവാൻ എന്താ കാരണം? യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ക്രിസ്തീയ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് അനേകർക്ക്, എല്ലാവർക്കും ഒന്നല്ല, അറിഞ്ഞുകൂടാത്ത ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വഴി തപ്പിത്തിടയുന്നവരും അവർ തന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവരുടെ വാതിൽ തടയുകയും ചെയ്യുന്നു. യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് രക്ഷകനായി സ്വീകരിക്കേണ്ട ആവശ്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. പലതരത്തിലുള്ള വഴികള് അന്വേഷിച്ചുകൊണ്ട് അന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ്. ഈ രാത്രി യേശു ആരാണെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. സഭാവ്യത്യാസം കൂടാതെ, മതവ്യത്യാസം കൂടാതെ സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾ സഭാവ്യത്യാസം കൂടാതെ പ്രവർത്തിക്കുന്നവരാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു സഭയെ പറ്റി പറയാനോ, ഒരു മതത്തിനെ പറ്റി പറയാനോ, ക്രിസ്ത്യാനിയെ പറ്റി പറയുവാനോ ഞാൻ ഇവിടെ വന്നിട്ടില്ല. ക്യാമ്പസ് ക്രൂസേഡിനെ പറ്റി പറയുവാൻ വന്നിട്ടില്ല. എന്റെ യേശുവിനെ പറ്റി മാത്രം പറയുവാനാണ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ നിസ്തുലനാണ്. നിസ്തുലൻ എന്ന് പറഞ്ഞാൽ തുലനമറ്റവനാണ്. എന്റെ യേശുവിനോട് തുലനം ചെയ്യുവാൻ ലോകത്തൊരു വ്യക്തിയുമില്ല. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ലോക ചരിത്രത്തെ രണ്ടായി കീറിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഏക വ്യക്തി എന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സാധാരണക്കാരനായി ലോകത്തിലേക്ക് വന്ന് ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ച് ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച്, ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാധാരണക്കാരായ ചില ശിഷ്യന്മാരുമായി ചുറ്റിത്തിരിഞ്ഞ് ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ഒരു കുറ്റവാളിയെ പോലെ ക്രൂശ് മരണം വഹിച്ച യേശുവിന്റെ പ്രത്യേകത എന്ത്? അവനെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി നിർത്തിയിരിക്കുന്നത് എന്ത്? അവനെ നിസ്തുലനാക്കുന്നത് എന്ത്? ഈ രാത്രി ദൈവത്തിന്റെ വചനം ഒന്നുകിൽ നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇത് തള്ളിക്കളഞ്ഞിട്ട് പുറത്തേക്ക് പോവുക. ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിന് നിങ്ങൾ കീഴ്പ്പെടണമെന്ന് ഈ രാത്രി ഞാൻ അപേക്ഷിക്കുക. എനിക്ക് ദൈവവചനത്തിൽ നിന്ന് മാത്രമേ പറയുവാനുള്ളൂ. യേശു ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി നിർത്തിയിരിക്കുന്നത് എന്ത്? ഒരു ഉപദേഷ്ടാവോ, ഉപദേഷ്ടാക്കന്മാർ നമുക്ക് ചുറ്റുമില്ലേ? ഒരു മതസ്ഥാപകനോ, മതസ്ഥാപകന്മാർ നമുക്ക് ചുറ്റുമില്ലേ? നല്ല കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തവനോ, നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമില്ലേ? ഈ രാത്രി ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് അത്ഭുതങ്ങളാണോ? അത്ഭുതങ്ങൾ ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമില്ലേ? എന്റെ യേശുവിന്റെ പ്രത്യേകത എന്ത്? ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവം മനുഷ്യരായി ലോകത്തിൽ അവതരിച്ചവരാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില വാക്യങ്ങൾ പറയട്ടെ. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായി ദൈവത്തിന്റെ വചനമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്നും തെറ്റുകളില്ല
തെറ്റില്ലാത്തതാണെന്നും തെറ്റുകൾക്ക് അതീതമാണെന്നും വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട ഉപദേശിയാണ് ഞാൻ. എനിക്കതിന് അവകാശമുണ്ട്, എനിക്ക് അധികാരവുമുണ്ട്. ദൈവനാമത്തിന് മഹത്വം. അതിന് ആധാരവുമുണ്ട്. ദൈവനാമത്തിന് മഹത്വം. വായിച്ചാട്ടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ചുരുക്കം ചില വാക്യങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രസംഗത്തിൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാത്രി എന്റെ യേശു എന്തുകൊണ്ട് നിസ്തുലനായിരിക്കുന്നു? അവനോട് തുലനം ചെയ്യുവാൻ മറ്റാരാലും സാധ്യമല്ലാത്ത വിധം സകല മനുഷ്യരിലും അവൻ എന്തുകൊണ്ട് ഉന്നതനായിരിക്കുന്നു, എന്തുകൊണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് യേശു ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് പോവുക. ദൈവനാമത്തിന് മഹത്വം. വായിരുമനെ യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മതി ഉപദേശി, ഈ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാതെ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ മോനെ. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് ത്രിയേക ദൈവത്തെയാണ്. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ. 3 ദൈവങ്ങളല്ല, ത്രിയേക ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തില് 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവങ്ങളെന്നല്ല, പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന പദം ബഹുവചനമാണെന്ന് അറിഞ്ഞിരിക്കണം. എലോഹിം എന്ന പദമാണ് കേട്ടോ. മൂലഭാഷ വേദശാസ്ത്രം പഠിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരിവിടെ ഇരിപ്പുണ്ട്. എലോഹിം എന്ന് പറയുന്ന ബഹുവചനമാണ്, ഏകവചനമായിട്ടാണ് എന്നാൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഏകവചനം എൽ എന്നുള്ള പദമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദിയിൽ ദൈവങ്ങളെന്നല്ല, ആദിയിൽ ദൈവമെന്നാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു കാണിക്കുന്നത്. തൃത്വത്തിൽ എന്റെ യേശുവിനുള്ള സ്ഥാനം കാണിക്കാൻ വേണ്ടിയാണ് വചനമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വെളിപാട് പുസ്തകം 19:13 വാക്യം. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. യേശു ക്രിസ്തുവിന് ദൈവവചനം എന്ന പേരുണ്ട് കേട്ടോ. യേശു ക്രിസ്തുവിനെ ഒരു പേരെടുത്തും കൊണ്ട് ഒരിടത്ത് തളച്ച് നിർത്തരുത്. യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ രാത്രി ഞാൻ പറയുകയാണ്. അവന് ദൈവവചനം എന്ന പേരുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവനാമത്തിന് മഹത്വം. 14-ാം വാക്യത്തിൽ വേഗം വായിച്ചു. സ്വർഗത്തിലെ സൈന്യം, അതല്ല, യോഹന്നാൻ 1:14. വായിക്കുന്ന എനിക്ക് സന്തോഷം, കേൾക്കാൻ വയ്യ. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. ഹല്ലേലൂയ. ദൈവം ജഡമെടുത്തു എന്ന്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, ദൈവം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം മനുഷ്യനായി ഇവിടെ അവതരിച്ചു എന്ന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് മലയാളത്തില്, ഇംഗ്ലീഷിൽ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡമെടുത്തു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മതി. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വചനമായിരിക്കുന്ന കർത്താവ് ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു. ധാരാളം വാക്യങ്ങളുണ്ട്, കുറച്ച് വാക്യങ്ങൾ മാത്രം ഈ രാത്രി പറയുന്നു സമയപരിധി കൊണ്ട്. രണ്ടാമത് വിഷയം ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ചിന്തിക്കുവാൻ വളരെ ഉണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ മാത്രം മതി. നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നൽകിത്തരും. വളരെ സ്നേഹത്തോടെ പറയട്ടെ, യേശു ദൈവമല്ലെങ്കിൽ നിനക്ക് വേറെ ദൈവമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ. പ്രവാചകന്മാരുടെ കളിയാ, പ്രവാചകിമാരുടെയാണ് അതിലും വലിയ കളി. ലാസ്റ്റ് ദിവസത്തിൽ നമുക്ക് പറയാം, വരാതിരിക്കരുത്, എല്ലാവരും വരണം കേട്ടോ. വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ, കാണുന്ന ആത്മാവിനെ എല്ലാം വിശ്വസിക്കാതെ, കാണുന്നിടത്തെല്ലാം ഓടി നടക്കാതെ, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കള്ളപ്രവാചകന്മാർ. അടുത്ത വാക്യം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും
ദൈവത്തിൽ നിന്നുള്ളത്. മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേട്ടോ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശു ദൈവമല്ല എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വളരെ വ്യക്തമായി ഇവിടെ കള്ളപ്രവാചകന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 യോഹന്നാന്റെ 7-10 വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ കൈവക്കണ്ട, ഇത് കഴിഞ്ഞ് എന്നോട് ചോദിക്കാം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടു വഞ്ചകന്മാരെന്നാണ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പുറപ്പെട്ടു വന്നിരിക്കുന്നു. 1 യോഹന്നാനിൽ കള്ളപ്രവാചകന്മാരാണ്, ഇവിടെ വഞ്ചകന്മാരാണ്. 10-ാം വാക്യത്തിൽ ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവരെ വീട്ടിൽ കൈക്കൊള്ളരുത്. നല്ല പരിപാടിയാണല്ലോ. അതിപ്പോ ഉപദേശി വലിയൊരു വേദോത്വം കൊണ്ടല്ലേ വരുന്നത്. നമ്മുടെ കൊച്ചമ്മമാർക്കുള്ള വലിയൊരു കുഴപ്പം, ഏതൊരുത്തം വേദോത്വം കൊണ്ട് വന്നാലും കഥ അങ്ങ് മാലക്ക തുറന്നേക്കും. ഉപദേശിയല്ലോ, വേദോത്വം കൊണ്ടല്ലേ വരുന്നത്. നാണം കേട്ട ക്രിസ്ത്യാനി. ശത്രുവിനെ സ്നേഹിക്കുവാൻ, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക എന്ന് പറഞ്ഞോ ദൈവത്തിന്റെ വചനം. ശത്രുവിനെ സ്നേഹിക്കുവാൻ പറഞ്ഞോ, നിന്നെ ഉപദ്രവിക്കുന്നവരെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാൻ പറയുന്നു വിശുദ്ധ വേദപുസ്തകം. ഒരു മനുഷ്യനെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവനെയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ധാരാളം വാക്യങ്ങൾ പറയാനുണ്ട്, കേട്ടോ. വായിച്ചിട്ട് യേശു ക്രിസ്തു ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തു ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ടെങ്കിൽ അവൻ ദൈവം തന്നെയാണ്. വേദപുസ്തകം തെറ്റുകൾക്ക് അതീതമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചാട്ടെ. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് പറഞ്ഞു എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞപ്പോൾ തോമസ് അവനോട് എടാ, അബദ്ധം പറയാതെ, ഞാൻ ദൈവമല്ല, നീ എന്നെ ദൈവമെന്ന് വിളിക്കാതെ എന്ന് പറഞ്ഞില്ല. കേട്ടോ, യേശു ഒരിക്കലും തെറ്റ് അംഗീകരിക്കുന്നവനല്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറയുമ്പോൾ അത്ഭുതകരമായി, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഈ രാത്രി ചോദിക്കട്ടെ, യേശു നിനക്ക് ആരാണ്? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, യേശു ആരാണെന്ന് ചോദിച്ചാൽ നീ എന്തായിരിക്കും പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എന്റെ കർത്താവ് ചോദിച്ചു. 15 മുതലുള്ള 14 മുതലുള്ള വാക്യങ്ങളിൽ കിടപ്പുണ്ട്. മനുഷ്യർ എന്നെ ആരെന്ന് പറയുന്നു? അത് പ്രവാചകനാണ്. ഇന്നും പറയുന്ന പോലെ ഏലിയാവാണ്, മോശയാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. യേശുവിന് അത് കേൾക്കേണ്ട ആവശ്യമില്ലോ. നിങ്ങൾ എന്നെ പിൻപറ്റുന്നവരല്ലേ, എന്റെ ശിഷ്യന്മാരല്ലേ, നിങ്ങൾ എന്നെ പറ്റി എന്ത് പറയുന്നു? വായിക്കാമോ? പത്രോസ് അവനോട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു. അപ്പോൾ എന്റെ യേശു പറയുന്നത്, ശിമോനെ, നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ദൈവമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, യേശു മശിഹായാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, യേശു ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിന്റെ ബുദ്ധി കൊണ്ട് സാധ്യമല്ല. ദൈവികമായ ഒരു വെളിപ്പാട് നിനക്ക് ആവശ്യമാ. ഈ രാത്രി കർത്താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയ കണ്ണുകളെ തുറക്കണമെന്ന് ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. യേശു ആരാണ്? ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 11-ാം വാക്യം. വാക്യങ്ങൾ വായിപ്പിക്കുന്നത് പ്രസാദചര്യാൻ വല്ലതും പറഞ്ഞേച്ചു പോകാതെ ദൈവത്തിന്റെ വചനം സംസാരിക്കട്ടെ. ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞിന് പോലും സംശയം ഉണ്ടാകരുത്. കേട്ടോ, യേശു ദൈവമാണെന്ന് വ്യക്തമായി ഉറച്ചുകൊണ്ട് വേണം ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോകാൻ. അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, എന്റെ യേശു ആരാണെന്ന് വ്യക്തമായി, അവൻ എന്തിനിവിടെ വന്നു, അവൻ എന്താണ് ചെയ്തത്, അവൻ നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ രാത്രി കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കണം. കല്ലായുള്ള ഹൃദയങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉടയ്ക്കാതെ സാധ്യമല്ലേ? വായിച്ചോട്ടെ. ഞാൻ തന്നെ യഹോവ,
ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ലെന്ന് യഹോവയായ ദൈവം പറയുന്നു. യഹോവയായ ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. പിന്നെ യേശു ആരാ? യഹോവ പറയുന്നു യഹോവയല്ലാതെ വേറെ രക്ഷിതാവില്ലെന്ന്. കേട്ടു? വായിച്ചാട്ടെ, തീത്തോസ് 2:12-13. ഞാൻ ഈ 12-13 ഇംഗ്ലീഷിൽ 12 ആയിരിക്കും, മലയാളത്തിൽ 13 ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിയാൽ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് വായിരും. 13 ആണെന്ന് എനിക്ക് തോന്നുന്നേ. ആണോ? അതെ. നമ്മുടെ മഹാദൈവവും നാം മഹത്വകരമായ പ്രത്യാശയ്ക്കും. വായിച്ചാട്ടെ, തീത്തോസ് 2:12-13. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. എത്രാം വാക്യമാ? 12-ാം വാക്യം. 12-ാം വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. യേശുക്രിസ്തു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. യഹോവ പറയുന്നു ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. ഇവിടെ പറയുന്നു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. ഈ ദൈവം ആരാണ് മോനെ? യേശുക്രിസ്തു ആരാണ്? യഹോവയായ ദൈവമേ, നീ പാപികളായ ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചവനാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു അതുകൊണ്ട് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവൻ പൂർണ്ണ ദൈവവും, ശ്രദ്ധിച്ചു കേൾക്കണമേ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ലോകം ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ വേദ പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ നിന്നുള്ള പ്രസ്താവനകളുണ്ട്, അവൻ മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകളുമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചവൻ. അതുകൊണ്ട് ദൈവത്വത്തിൽ നിന്നുള്ള പ്രസ്താവനകളും മനുഷ്യത്വത്തിൽ നിന്നുള്ള പ്രസ്താവനകളും വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. യേശുവിനെ സംബന്ധിച്ച് ദൈവത്വത്തിൽ നിന്നൊരു പ്രസ്താവന എടുത്തു വെച്ചുകൊണ്ട് അവൻ മനുഷ്യനല്ലെന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധമാണ്. മനുഷ്യത്വത്തിൽ നിന്നുള്ളൊരു പ്രസ്താവന എടുത്തു വെച്ചുകൊണ്ട് അവൻ ദൈവമല്ലെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനെതിരായിട്ട്, വചനത്തിനെതിരായിട്ടുള്ള പ്രസ്താവനയാണ്. ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കണം. ഏത് രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് ദൈവജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് യേശു കരഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ ദൈവം ആരാണെന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ദൈവം ആരാണ്? എനിക്ക് ഉത്തരം തരണം. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. വല്ലപ്പോഴൊക്കെ വേദപുസ്തകം ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ. ദൈവമേ, നിന്റെ സിംഹാസനം പുത്രനോടോ ആ ദൈവം എന്ന് പറഞ്ഞാ തുടങ്ങുന്ന കേട്ടോ അധ്യായം. ദൈവമാ സംസാരിക്കുന്നത്. മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ 8 മുതൽ 12 വരെ വായിച്ചോട്ടെ. പുത്രനോട് പിതാവായ ദൈവം പറയുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. തന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. സൃഷ്ടികർത്താവായ ദൈവമാണ്. പിതാവായ ദൈവം പറയുന്നു, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാണ്. അവ നശിക്കും, നീയോ നിലനിൽക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ആരാണ് മോനെ? സൃഷ്ടികർത്താവായ ദൈവമാണ്. കൊലോസ്യർ 1:16 ദൃശ്യമായതും അദൃശ്യമായതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലം എന്റെ കർത്താവാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു സൃഷ്ടികർത്താവായ ദൈവമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചവൻ, പാപിയെ രക്ഷിക്കുന്ന യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ചവൻ. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ സൃഷ്ടികർത്താവായ ദൈവം. ദൈവനാമത്തിന് മഹത്വം. വായിച്ചാട്ട് ഒരു വാക്യം കൂടെ.
കർത്താവിന്റെ ദൈവത്വത്തെ പറ്റി പറയുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്നതായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന കൃപയ്ക്കനുസരണമായി എന്റെ യേശുവിന്റെ ദൈവത്വത്തെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത വിധം ദൈവവചനം വിളിച്ചു കാട്ടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുക. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ലോകം മാറും ക്ഷീണം ആരാധനയെങ്കിൽ മാതൃകയും ദൈവത്തിലും ആരാധനയെങ്കിൽ ലോകം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും ദൈവത്തിലും ആരാധനയെങ്കിൽ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവനെ മാത്രമേ ആരാധിക്കാവൂ. എന്തെന്നാൽ അവൻ സർവശക്തനായ ദൈവമാണ്, മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവമാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, 2-3 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് അവന്റെ നിസ്തുലതയെ പറ്റി വേറെ ചില കാര്യങ്ങളൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 47-ാം വാക്യം. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ദൈവനാമത്തിന് മഹത്വം. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഇംഗ്ലീഷില് ദ സെക്കൻഡ് മാൻ ഈസ് അവർ ലോർഡ് ഫ്രം ഹെവൻ. ഹല്ലേലൂയ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് വന്ന നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ്. ഒന്നാം മനുഷ്യൻ ആദാമേ നീ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ആദാമ്യ സൃഷ്ടിയിൽപ്പെട്ട സകലരും ആ ഒന്നാം മനുഷ്യനിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാം മനുഷ്യനായ ആദാമ്യ സന്തതിയെ രണ്ടാം മനുഷ്യനായ യേശുവിനോട് ഒരിക്കലും നീ തുലനം ചെയ്യാതെ, ഒന്നാം മനുഷ്യൻ സൃഷ്ടിയിൽപ്പെട്ടതാണ്, ദൈവ സൃഷ്ടിയാണ്. രണ്ടാം മനുഷ്യൻ സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ്. വായിച്ചു കേട്ടല്ലോ, ഞാൻ എങ്ങൊന്നും കൊണ്ടുവന്നതല്ല. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നമ്മുടെ കർത്താവ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിൽ എന്റെ യേശുവിനെ അല്ലാതെ മറ്റൊരു മനുഷ്യനെയും രണ്ടാം മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടില്ല. പുണ്യവാളന്മാര്, വിശുദ്ധന്മാര്, അച്ഛന്മാര്, തിരുമേനിമാര്, ലോകത്തില് പേരുകെട്ട നേതാക്കന്മാരെ, നിങ്ങളെല്ലാം വിശുദ്ധ കന്യക മറിയമേ ഒന്നാം സൃഷ്ടിയിൽപ്പെട്ടവരാണ്. എന്റെ കർത്താവ് രണ്ടാം മനുഷ്യനായി ഈ ലോകത്തിൽ വന്നവനാണ്. കേട്ടോ, രണ്ടാം മനുഷ്യനായ സൃഷ്ടികർത്താവായ എന്റെ യേശുവിനോട് വേറെ ഒരു നേതാവിനെയും നീ തുലനം ചെയ്യാതെ. ദൈവനാമത്തിന് മഹത്വം. അവൻ രണ്ടാം മനുഷ്യനാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ ശരീരം ഈ സൃഷ്ടിയിൽപ്പെട്ടതല്ലോ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വേഗം വേഗം വായിച്ചു തന്ന്. നാളെ ഒരാളുടെ മൈക്കിന്റെ കൂടെ ഇരിക്കണേ. എനിക്ക് വചനത്തിൽ നിന്നേ പറയാൻ ഒക്കുള്ളൂ, എനിക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടെ. വായിച്ചാട്ടെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്. യേശു ദൈവമാണ്, യേശു മഹാപുരോഹിതനാകട്ടോ. എത്ര പേർ എന്റെ കർത്താവിനുണ്ടെന്നറിയാവോ? അവൻ വചനമാ, അവൻ മഹാപുരോഹിതൻ തന്നെയാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ക്രിസ്തുവോ ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും
ശരീരം ഈ സൃഷ്ടിയിൽപ്പെട്ടതല്ല. ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എത്ര വാക്യം വേണം മോനെ? റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം വായിച്ചു, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. എന്റെ യേശുവിന്റെ ജഡം പാപജഡമായിരുന്നില്ല. മനുഷ്യ, സൃഷ്ടിക്കപ്പെട്ടവനെ, പുണ്യവാളന്മാരെ, തിരുമേനിമാരെ, ലോകത്തിലെ നേതാക്കന്മാരെ, ഇത് പാപശരീരമാണ്, പാപജഡമാണ് സൃഷ്ടിയിലുള്ളത്. എന്നാൽ പാപമില്ലാത്തവൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് വന്നത്. ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ദ സിൻഫുൾ ഫ്ലഷ്. പാപജഡത്തിലല്ല അവൻ വന്നത്. ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ ശരീരം പാപം നിറഞ്ഞതായിരുന്നില്ലേ? പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ആയിരുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവനാമത്തിന് മഹത്വം. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ എന്റെ കർത്താവ് വന്ന് പാപത്തിന് ജഡത്തിൽ എന്റെ ദൈവം ശിക്ഷ വിധിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രി എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലതയെ പറ്റി പറയുമ്പോൾ, ദൈവമേ, നീ ദൈവമായിരിക്കുന്ന ദൈവം, മരണമില്ലാത്ത ദൈവമേ, നീ മരിക്കുന്നതിനായി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചവനാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഒരു വ്യക്തിയെ ലോകം എവിടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് മാത്രമാണ്. എത്ര പേരെന്റെ കർത്താവിനുണ്ടെന്ന് അറിയാമോ? വേഗമൊന്ന് വായിച്ച മോനെ. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യങ്ങൾ ഇഷ്ടം പോലെ ദൈവവചനത്തിൽ കിടക്കുമ്പോൾ ഇതിന്റെ നേരെ കണ്ണു അടച്ചുകൊണ്ട് ഞാനൊരു കൺവെൻഷന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് യേശുവിന് ആവശ്യമില്ല. യേശു ആരാണെന്ന് പറഞ്ഞാലും അവൻ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ഈ രാത്രി കടന്നു പോകും. കിളവൻ പോകാൻ പോവാ കേട്ടോ. പക്ഷേ ഞാൻ പോകുന്നിടത്ത് നീയും വരണം. അതിനുവേണ്ടിയാ ഞാനിവിടെ കടന്നു വന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി. ഈ ശിശുവാണ് ഇൻഫന്റ് ജീസസ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, അവൻ ദൈവമാണ്. നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ ശിശുവാണ് നിത്യപിതാവ്. കേട്ടോ, കർത്താവിനെ ഒരിടത്ത് തളയ്ക്കാതെ സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവപുത്രൻ തന്നെയാ മനുഷ്യപുത്രൻ. കേട്ടോ, അവൻ ദൈവപുത്രനും അതേസമയം മനുഷ്യപുത്രനുമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലൊരു വ്യക്തിയെ ലോകം കണ്ടിട്ടില്ലേ? പാപമില്ലാത്തൊരു മനുഷ്യന് ലോകം എവിടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ യേശു മാത്രമാണ്. ആദാമ്യ സൃഷ്ടി മുഴുവൻ പാപത്തിലാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഞാൻ അതിലേക്ക് വേഗം കടന്നു വരാം. റോമാലേഖനം 3:23 ദൈവം അനുവദിച്ചാൽ നാളെ ഇതേപ്പറ്റി കുറെ കൂടെ രക്ഷയെപ്പറ്റി വിശദമായിട്ട് ഇന്നും നാളെയും പറയും. വിശ്വാസികൾ എന്നോട് ക്ഷമിക്കണം, വരാതിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയോടെ വന്നെങ്കിൽ മാത്രമേ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കർത്താവേ, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. റോമർ 3:23. ഒരു വ്യത്യാസമില്ല. എനിക്ക് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് പറയാം. നീ ആര്? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തെന്ന് പറയുമ്പോൾ ഞാനത് ഇപ്പടിയിൽ ഉപദേശിച്ച് എന്ന് പറയാൻ നിനക്ക് സാധ്യമല്ല. എന്തെന്നാൽ ഒന്നാം സൃഷ്ടിയിൽപ്പെട്ട സകല മനുഷ്യരും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പാപമില്ലാത്ത ഒരു മനുഷ്യനെ കാണണമെങ്കിൽ എന്റെ യേശു മാത്രമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 7:26. എബ്രായ ലേഖനം 7:26. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ. അവൻ മഹാപുരോഹിതൻ തന്നെയാ. മുമ്പേ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടിയത്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവനാലലുയ. സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിപരിശുദ്ധനായവനെ, നിന്റെ ജന്മത്തിൽ നീ പാപമുള്ളവനായിരുന്നില്ല. മനുഷ്യ, നീ പാപത്തിലാണ് ഈ ലോകത്തിൽ ജനിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. വാക്യം നാളെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്നെന്റെ വിഷയം അതല്ലല്ലോ. പാപിയായ ആദാമ്യ സന്തതി മുഴുവൻ വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ പാപികളായി പോയി. പാപിയായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന സന്താനം പാപികളാണ്. അതുകൊണ്ട് പാപമില്ലാത്തവന്, വിശുദ്ധനായവന്, നീ മനുഷ്യനായി പാപി
പാപിക്ക് പാപിയെ രക്ഷിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി, പാപമില്ലാത്തവൻ, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിൽ പാപമില്ലാത്തവനായിരുന്നു, അവന്റെ ജീവിതത്തിൽ പാപമില്ലാത്തവനായിരുന്നു. അവനെ ക്രൂശിൽ മരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസ് അവനെ പറ്റി പറയുന്നത്, ഈ മനുഷ്യൻ മരണത്തിന് ഹേതുവായതൊന്നും ചെയ്തിട്ടില്ല. അവനോടുകൂടെ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. സംഭവിച്ചത് മുഴുവൻ ശതാധിപൻ നോക്കിക്കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപമില്ലാത്ത ഒരു മനുഷ്യനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ യേശു മാത്രമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ നിസ്തുലതകൾ, ദൈവം മനുഷ്യനായി അവതരിച്ചവൻ, രണ്ട്, പാപമില്ലാത്ത പവിത്രനായ ജന്മത്തിലെ ജീവിതത്തിൽ പാപമില്ലാത്ത ഒരു വ്യക്തിയെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാം മനുഷ്യനായ എന്റെ യേശു ക്രിസ്തു. മൂന്നാമത്, അവന്റെ വാക്കുകൾ, അവന്റെ ശത്രുക്കൾ അവനെ നോക്കി പറഞ്ഞു, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. എന്റെ യേശു വ്യക്തമല്ലാത്ത ഭാഷയിൽ അല്ലെങ്കിൽ അവ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെയായിരിക്കും, ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ശക്തിമത്തായ ഭാഷയിൽ ആധികാരികമായി എന്റെ യേശു സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ എന്റെ യേശു സംസാരിച്ചതുപോലെ വേറെ ആര് സംസാരിച്ചിട്ടുണ്ട്? അവൻ പറഞ്ഞു, ഞാൻ മാത്രമാണ് വഴിയെന്ന്, ഞാൻ മാത്രമാണ് സത്യമെന്ന്. യോഹന്നാൻ 14:6 ഇംഗ്ലീഷില്, ഇവിടെ ഞാൻ തന്നെ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മാത്രമെന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഐ ആം ദ വേ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം ദ വേ എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല എന്നുള്ളതാണ്. ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആര് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ? ഞാൻ മാത്രമാണ് ലോകത്തിന്റെ വെളിച്ചം. എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ മാത്രമാണ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ മാത്രമാണ് ആടുകളുടെ നല്ല ഇടയൻ. ഞാൻ മാത്രമാണ് ലോകത്തിന്റെ വെളിച്ചം. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യോഹന്നാൻ 11:14 ഇപ്പോൾ പറഞ്ഞത്. യോഹന്നാൻ 11:25 മാർത്തയോട് പറയുന്നു, മാർത്തേ, ഞാൻ തന്നെ, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഞാൻ മാത്രമാണ് പുനരുത്ഥാനം. ഞാൻ തന്നെ, യേശുവോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ആരേലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ?